മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിൽ ഡോക്ടർ ഹാരിസ് ഉയർത്തിയ പ്രശ്നം ഒരു ആശുപത്രിയിലേത് മാത്രമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉപകരണക്ഷാമം എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നു. ഹാരിസ് രോഗികളുടെ മനസ്സറിയുന്ന ഡോക്ടറാണ്. വിദഗ്ധ സമിതി റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിക്കുമെന്നും ആരോഗ്യമന്ത്രി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. ഒരു എക്യുപ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന പ്രോബിന് കേടുപാട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് ഈ വിഷയം പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന്, സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. വളരെ നിർഭാഗ്യകരമാണ് അത്. പേഷ്യൻസിൻ്റെ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ഡോക്ടറാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ചില ഡോക്ടേഴ്സെങ്കിലും ഇപ്പോൾ സർജറിയൊക്കെ ആണെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുന്നതായിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട്, ഡോക്ടേഴ്സിനുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ അങ്ങനെയുള്ള ഒരു ആക്ഷേപമില്ല. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണ സമിതി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ അന്വേഷണ സമിതി ഇതിൻ്റെ ഉള്ളടക്കം മുഴുവൻ പരിശോധിക്കും. എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കും. മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം തുറന്നു പറഞ്ഞതിൽ നടപടി ഉണ്ടാകുമെന്ന് അറിയാമെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നതാണ് ലക്ഷ്യം. ബ്യൂറോക്രസിയുടെ മില്ലേപ്പോക്ക് മാറണം. 2 മാസം കളക്ടറേറ്റിൽ ഫയൽ മുടങ്ങിക്കിടന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഹാരിസ്. മുമ്പിലൊന്നും വഴി കൊട്ടിയടയ്ക്കുമ്പോഴാണല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതിൻ്റെ എല്ലാ മാർഗങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ടു, എല്ലാ രീതികളിലും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് പോയത്. അതിന് ശിക്ഷാ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട്. ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു അടിയന്തര ഫയൽ 2 മാസം എങ്ങനെയാണ് കളക്ടറേറ്റിൽ മുടങ്ങിക്കിടക്കാം. എന്നിട്ട് അന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കി അതേ രാത്രിയിൽ തന്നെ അത് സോൾവായി. അത് അവിടെ ചെന്ന് ഹൈദരാബാദ് വരെ പോയത് എങ്ങനെയാണ്, ഒറ്റ ദിവസം കൊണ്ട്. ഈ പ്രശ്നങ്ങൾ ഈ ബ്യൂറോക്രസിയുടെ ഈ മെല്ലപ്പോക്കും ചുവപ്പുനാടയും ഒഴിവാക്കി ഇത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഓരോ ഘട്ടങ്ങളിലും ഇന്നും മാത്രമല്ല എന്നും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുന്നു. മീര, ഡോക്ടർ ഹാരിസ് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം എന്നാണ് നമുക്കത് കേൾക്കുമ്പോൾ തോന്നുന്നത്. ഒരു പ്രൊഫഷണൽ സൂയിസൈഡാണ് താൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിലൂടെ, ആ തുറന്നു പറച്ചിലൂടെ വളരെ വേഗത്തിൽ ഉടനടി അവിടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ആ രീതി ശരിയായില്ല എന്ന വിമർശനം ഇപ്പോൾ അല്പസമയം മുമ്പ് പാർട്ടി സെക്രട്ടറി അടക്കം ഉന്നയിക്കുന്നതും കണ്ടു. അപ്പോൾ വലിയ തോതിലുള്ള എതിർപ്പ് വരുന്നത് അദ്ദേഹത്തിലേക്ക് ഒരു സമ്മർദ്ദമായി മാറുന്നു എന്ന് വേണം ആ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനല്ലേ? തീർച്ചയായും ലക്ഷ്മി, ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു സമൂഹ മാധ്യമത്തിലൂടെ തൻ്റെ വകുപ്പിലുണ്ടായിട്ടുള്ള വലിയൊരു പ്രശ്നം തുറന്നെഴുതിയതിലൂടെ ആണ് ഇത്തരത്തിലൊരു വലിയ ഒരു പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഈ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം പോലെയുള്ള ഒരു വലിയ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ശസ്ത്രക്രിയകൾക്ക് വേണ്ട ഉപകരണങ്ങളില്ല എന്ന വസ്തുതയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ മുന്നോട്ട് വെച്ചത്. ആദ്യം അദ്ദേഹം അങ്ങനെ സമൂഹ മാധ്യമത്തിലൂടെ അത് പറഞ്ഞെങ്കിലും പിന്നീട് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് ആരോഗ്യമന്ത്രി തന്നെ ഇത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ആദ്യം നൽകിയത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഈ പ്രതികരണം തുറന്നു പറച്ചിലുള്ള ഒരു അതൃപ്തി പോലുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ പ്രതികരിക്കുമ്പോഴും ഡോക്ടർ ഹാരിസ് ചിറക്കൽ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും നാൾ താൻ ദിവസങ്ങളോളം കാത്തിരുന്നിട്ടും നടക്കാത്തൊരു കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ട് നടന്നു എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉപകരണങ്ങൾ വേഗത്തിലെത്തി ഈ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രം ഇത്തരത്തിൽ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധി ഉണ്ടാകുന്നത് ശരിയാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് രാവിലെ ഉൾപ്പെടെ ഉന്നയിച്ചത്. എന്നാൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമ്മളോട് ഉൾപ്പെടെ ആരോഗ്യമന്ത്രി പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സിസ്റ്റത്തിൻ്റെ വീഴ്ച എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല, ഒരു ആശുപത്രിയിൽ നടന്ന സംഭവത്തെ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ മൊത്തം വീഴ്ചയായി കാണരുത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം കൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പ്രതികരണത്തെ തുറന്നു പറച്ചിലിനെ തുടർന്ന് വലിയൊരു മാറ്റം തന്നെ ഉണ്ടായി. ഇന്നലെ തന്നെ ഈ ഉപകരണങ്ങൾ എത്തുകയും ആ മുടങ്ങിപ്പോയ ശസ്ത്രക്രിയ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നത്. അദ്ദേഹം അന്ന് നടത്താനിരുന്ന 4 ശസ്ത്രക്രിയയിൽ 3 എണ്ണം നടന്നു, 1 നടന്നില്ല. അത് ഈ ഉപകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രോബുമായി ബന്ധപ്പെട്ടുള്ള പിഴവ് കാരണമാണ് അത് നടക്കാതെ പോയത്. അതുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ ഉപകരണങ്ങൾ ഇന്നലെ തന്നെ എത്തിയ
സാഹചര്യത്തിൽ ആ ശസ്ത്രക്രിയ ഇന്നലെ നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഹാരിസ് ചിറക്കൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം മുന്നിൽ നിൽക്കുകയാണ്. ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു. ഒരു പ്രശ്നമുണ്ടായാൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടുമോ എന്നുള്ള ചോദ്യമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആ വിഷയം സമൂഹ മാധ്യമത്തിലൂടെ ഉയർത്തിയപ്പോൾ അതിന് ഉടനടി പരിഹാരം വന്നു. പക്ഷേ ആ രീതി ശരിയായില്ല എന്ന വിമർശനം ചുറ്റും ഉയരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ സൂയിസൈഡാണ്, തനിക്കെതിരെ നടപടി ഉണ്ടാകും എന്ന്. മീര മനോഹരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.